IPL-യുമായി ബന്ധപ്പെട്ട 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ഇപ്പോൾ മുംബൈ ടീമിൽ ഫ്ലോപ്പാണ്. ഒരു മാച്ചിൽ പോലും രോഹിത് ശർമ്മ ഫോം ആകുന്നില്ല. രോഹിത്തിനെ ഇപ്പോൾ ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് മുംബൈ ടീം ഇറക്കുന്നത്. എന്നിട്ടും രോഹിത് ഫ്ലോപ്പാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുംബൈ ഇന്ത്യൻസ് അടുപ്പിച്ച് തോൽക്കുകയാണ്. ഇപ്പോഴിതാ മുംബൈ ടീമിൽ വലിയ മാറ്റമാണ് കൊണ്ടുവരുന്നത്. രോഹിത്തിനെ ഇനി ചിലപ്പോൾ ടീമിൽ കളിപ്പിച്ചേക്കില്ലെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. രോഹിത്തിന് ചില മത്സരങ്ങളിൽ വിശ്രമം അനുവദിച്ചേക്കും. ഇനിയൊരു പക്ഷേ രോഹിത് ശർമ്മയെ പ്ലേയിങ് 11-ൽ കാണാൻ സാധിച്ചേക്കില്ല. രോഹിത്തിനെ നൈസിൽ ഒഴിവാക്കാനാണ് മുംബൈ മാനേജ്മെന്റിന്റെ പദ്ധതി. അടുത്തൊരു അപ്ഡേറ്റ് CSK-യുമായി ബന്ധപ്പെട്ടതാണ്. CSK ഇപ്പോൾ അടുപ്പിച്ച് 2 കളി തോറ്റിരിക്കുകയാണ്. ചെന്നൈ ടീമിന് ആ പഴയ ഫോം ഇപ്പോൾ ഇല്ല. ഒരുവിധം ബാറ്റിംഗിലാണ് CSK ടീം പരാജയപ്പെടുന്നത്. ഇപ്പോഴിതാ ചെന്നൈ ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. ചെന്നൈ ടീമിലേക്ക് 2 പുതിയ താരങ്ങൾ എത്തിയിരിക്കുകയാണ്. ഒന്നാമതായിട്ട് ബാറ്റിംഗിലാണ് ചേഞ്ച് വരുന്നത്. രാഹുൽ ത്രിപാഠിയെ ഒഴിവാക്കി ഡെവോൺ കോണബെ ഓപ്പണിംഗിൽ തിരിച്ചെത്തും. അതുപോലെ ബൗളിംഗിൽ മാറ്റമുണ്ട്. സാം കറനെ പ്ലേയിങ് 11-ൽ ഉൾപ്പെടുത്താനാണ് CSK ശ്രമിക്കുന്നത്. ഇനിയും തോറ്റാൽ അത് ചെന്നൈ ടീമിനെ ശരിക്കും ബാധിക്കും. കാരണം ഇനിയുള്ള ഓരോ മാച്ചുകളും നിർണായകമാണ്. ആദ്യഘട്ടത്തിൽ ജയിച്ചു വന്നാൽ മാത്രമേ പ്ലേ ഓഫിലേക്ക് ഈസി ആയിട്ട് എത്താൻ സാധിക്കൂ. അവസാന മത്സരങ്ങളിൽ സമ്മർദ്ദമായിരിക്കും. അതുകൊണ്ട് CSK ടീമിൽ അടിമുടി മാറ്റങ്ങളാണ് വരാൻ പോകുന്നത്. അവസാനത്തെ ഒരു അപ്ഡേറ്റ് രാജസ്ഥാൻ റോയൽസുമായി ബന്ധപ്പെട്ടതാണ്. രാജസ്ഥാന്റെ എല്ലാം അത് സഞ്ജുവാണ്. കഴിഞ്ഞ മാച്ചിലും സഞ്ജു ഇമ്പാക്ട് പ്ലെയർ ആയിട്ടാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അടുപ്പിച്ച് 2 മാച്ച് തോറ്റതിന് ശേഷമാണ് കഴിഞ്ഞ മത്സരത്തിൽ CSK-യുമായിട്ട് രാജസ്ഥാൻ ജയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോഴിതാ സഞ്ജു രാജസ്ഥാൻ ക്യാമ്പിൽ നിന്ന് പുറത്തായിരിക്കുകയാണ്. സഞ്ജു ഫിറ്റ്നസ് വീണ്ടെടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. ഫിറ്റ്നസ് പാസ്സായാൽ സഞ്ജുവിന് അടുത്ത മാച്ചിൽ കീപ്പറാകാൻ സാധിക്കും. നിലവിൽ സഞ്ജു രാജസ്ഥാൻ ക്യാമ്പിലില്ല. രാജസ്ഥാൻ ടീം വിട്ട് പോയിരിക്കുകയാണ് സഞ്ജു. സഞ്ജുവിനെ ഫിറ്റ്നസ് പാസ്സാക്കാൻ സാധിച്ചില്ലെങ്കിൽ അത് രാജസ്ഥാന് തിരിച്ചടിയായിരിക്കും. സഞ്ജു കീപ്പറായിട്ട് തിരിച്ചെത്തിയാൽ മാത്രമേ രാജസ്ഥാന് മുന്നോട്ട് പോകാൻ സാധിക്കൂ. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.